മന്ത്രിമാറ്റം വൈകിയാൽ കടുത്ത നടപടിയിലേക്കെന്ന് തോമസ് കെ തോമസ് എം.എൽ.എയുടെ മുന്നറിയിപ്പ്. 3 ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്ക് കടക്കുമെന്ന് തോമസ് കെ തോമസ് NCP നേതൃത്വത്തിന് മുന്നറിയിപ്പ് കൊടുത്തു. സലീം മാലിക് ചേരുന്നു. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. SKN, ഗുഡ് മോർണിംഗ്. LDF-ൽ ആകെ പ്രതിസന്ധിയാണ്. അതിനിടയിലാണ് NCP-യുടെ ഭാഗത്തു നിന്നുള്ള മറ്റൊരു പ്രതിസന്ധി കൂടി. അത് NCP-യും ഒരു പരസ്യ പ്രതികരണത്തിലേക്ക്, രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് പ്രതികരണത്തിലേക്ക് പോകുന്നു എന്നൊരു സൂചനയാണ് നിലവിൽ ലഭിക്കുന്നത്. അത് മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ AK ശശീന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയിരുന്നതാണ്. പിന്നീട് ആ നിലപാട് മയപ്പെടുകയും തൽക്കാലം ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാമെന്ന് നമുക്ക് തീരുമാനിച്ചതുമാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രി തൽക്കാലം മന്ത്രിമാറ്റം വേണ്ട എന്നൊരു നിലപാടെടുത്തത്. അതിൽ വലിയ എതിർപ്പാണ് NCP-യിലെ ഒരു വിഭാഗത്തിലുള്ളത്. പ്രത്യേകിച്ചും തോമസ് കെ തോമസ് ഇപ്പോൾ പാർട്ടി പ്രസിഡന്റിനോട് തന്നെ അതിലൊരു അന്ത്യശാസനം പറഞ്ഞിട്ടുണ്ട്. 3 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയണം, തന്നെ മന്ത്രിയാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണമെന്നാണ് തോമസ് കെ തോമസ് പാർട്ടിക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഡെഡ് ലൈൻ. അതല്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്ക് നടത്തും. പലതും പറയാനുണ്ട് എന്നുള്ളതാണ് തോമസ് കെ തോമസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. അതേസമയം AK ശശീന്ദ്രന് അനുകൂലമായ ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. AK ശശീന്ദ്രന്റെ അവസാന പ്രതീക്ഷയായിരുന്നു പാർട്ടി ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് AK ശശീന്ദ്രനെ കൈവിട്ടപ്പോൾ മുഖ്യമന്ത്രി തനിക്കൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷയായിരുന്നു AK ശശീന്ദ്രൻ ഉണ്ടായിരുന്നത്. ഏറെക്കുറെ അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. തൽക്കാലം മന്ത്രിമാറ്റം വേണ്ട എന്ന ഇന്നലെ NCP നേതാക്കൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നിലപാടെടുത്തു. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നതും. അത് NCP-യുടെ ആഭ്യന്തര കാര്യത്തിൽ നിലപാടെടുക്കാനും അഭിപ്രായം പറയാനും മുഖ്യമന്ത്രി ആര് എന്ന നിലയിലുള്ള ചോദ്യമാണ് ആ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടത്, ഒരു വിഭാഗം പറയുന്നത് മുഖ്യമന്ത്രിയെ കണ്ടത് പാർട്ടിയുടെ തീരുമാനം ഇതാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ അതല്ല സംഭവിച്ചത്. പാർട്ടി തീരുമാനം ഇതാണ് എന്ന് അറിയിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയുടെ അഭിപ്രായം കൂടി പറഞ്ഞ് മുഖ്യമന്ത്രി അതിൽ ഇടപെടുകയാണ് ചെയ്തത്. അതൊരു ശരിയായ രീതിയല്ല എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. അതേസമയം AK ശശീന്ദ്രനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത് ഒരു മന്ത്രിസഭയിലെ കാര്യം തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലേറ്റവും അനുയോജ്യൻ ഉചിതമായ തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തത് എന്നുള്ളതുമാണ്. പ്രത്യേകിച്ചും നിയമസഭ കൂടി തുടങ്ങുന്നൊരു പശ്ചാത്തലത്തിൽ തൽക്കാലം മന്ത്രിമാറ്റം വേണ്ട എന്നൊരു മുഖ്യമന്ത്രിയുടെ നിലപാട് തന്നെയാണ് ശരിയെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു. അങ്ങനെ NCP-യിൽ തന്നെ, അത് വളരെ ചെറിയൊരു പാർട്ടിയാണ്, ആ ചെറിയൊരു പാർട്ടിയിൽ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങളും ചേരിപ്പോരുകളും തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി ഈ വിഷയത്തിലൊരു അന്തിമ നിലപാട് പറഞ്ഞു തോമസ് കെ തോമസിനെ എന്ന് മന്ത്രിയാക്കാമെന്നൊരു നിലപാട് 3 ദിവസത്തിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ മറ്റു വലിയ പൊട്ടിത്തെറികളിലേക്ക് കൂടി NCP കടക്കുകയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു.